ടാങ്ക് കഴുകാം. ടാങ്കാണ് ആദ്യം നിങ്ങൾ കഴുകേണ്ടത്. കാരണം നല്ല തുണിയിട്ട് ടാങ്ക് ഒന്ന് കഴുകാം. ഇല്ലാത്തൊരു കാര്യമാണ് ഈ സീറ്റ്. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രസെപ്റ്റർ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇൻട്രസെപ്റ്റർ GT കഴിവുന്നത് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് കഴിയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടി റെസ്റ്റ് വരാനോ അല്ലെങ്കിൽ അവിടെ എവിടെയൊക്കെ തുരുമ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസെപ്റ്റർ കഴിവുന്നവർ കാണും. അപ്പോൾ എന്തായാലും അത് കഴിവുന്നവർ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ വാച്ച് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ലൈക്കും കൂടെ അടിച്ച് തുടങ്ങും. നമുക്ക് വണ്ടി കഴിയുമ്പോൾ പോകാം. ഇതിന് ആദ്യം തന്നെ പറയാം, ഈ ക്രോം ടാങ്ക് ഏത് ടാങ്ക് പുതിയ വണ്ടി എടുക്കുന്ന ഏത് ടാങ്ക് ആയാലും മൈക്രോ ഫൈബറോ അങ്ങനത്തെ ഏതെങ്കിലും തുണി വെച്ച് കഴിയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അല്ലെങ്കിൽ ഇങ്ങനത്തെ ടാങ്കിലൊക്കെ ഒരുപാട് സ്ക്രാച്ച് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇതുവരെ കഴിയതൊക്കെ അങ്ങനെയാണ്. അല്ലെങ്കിൽ ക്ലോത്ത് മരുന്നോളത്തെ ബനിയൻ വെച്ച് വല്ലതും കഴിയുക പിന്നെയും ഓക്കെയാണ്. മൈക്രോ ഫൈബർ ആകുമ്പോൾ വെള്ളമൊക്കെ പിടിച്ചെടുത്ത് ഒന്ന് സെറ്റാവും. അല്ലാതെ ഇങ്ങനത്തെ സാധാ തറയിലൊക്കെ കിടന്ന തുണിയൊക്കെ കഴുകി കഴിഞ്ഞാൽ ഒരുപാട് സ്ക്രാച്ച് ആവും. തീർന്ന് വിചാരിച്ചാൽ മതി. അതാണ് നമ്മളെ ടാങ്കിനെ കുറിച്ച് പറയാനുള്ളത്. അത് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എന്നിട്ട് അവർക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് നല്ല സോപ്പ് ഇതൊക്കെ ഇട്ട് ഒന്ന് തേച്ച് കഴുകുക. ജസ്റ്റ് ഒരു വാഷാണ്. അതിൽ തന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. അപ്പോൾ കടയിൽ കൊടുത്ത് കഴിയാൽ തന്നെ അവരും അത് കുറേ കാര്യങ്ങളൊന്നും നോക്കാതെ കഴിവാറുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കണം. ഇവിടെയൊക്കെ കാട്ടൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി സെറ്റാക്കണം. ഓക്കെ, അതൊക്കെയാണ്. എവിടെയൊക്കെ ഇടണം എന്തായാലും അത് കണക്ട് ചെയ്യട്ടെ, വാഷ് എടുക്കട്ടെ, കഴിയും. പക്ഷേ നമ്മളെല്ലാം സാധനം കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും പൈപ്പ് ഓണാക്കട്ടെ. പൈപ്പ് ഓണാക്കിയിട്ട് നമുക്ക് പ്രഷർ വാഷിട്ട് ആദ്യം അടിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സോപ്പ് വാഷുണ്ട്, വാഷിട്ട് കഴിയാം. വണ്ടി കഴുകി തുടങ്ങി. ജസ്റ്റ് ഒന്ന് ആദ്യം അഴിക്കുള്ളടുത്തൊക്കെ അടിച്ച് അത് കളയാം. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫോം ഇടണം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്താണ്ടല്ലോ, ഇതൊന്ന് മൂടിയിടാൻ ശ്രദ്ധിക്കുക. GT ഉള്ളവരും ഇൻട്രസെപ്റ്റർ ഉള്ളവരും പഴയ വണ്ടി ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഗ്യാപ്പ് പറഞ്ഞവർ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഹോളുണ്ട്. അത് അടഞ്ഞിരുന്നാലും ടാസ്ക്കാണ്, അതല്ലാതെ ഇരുന്നാലും ടാസ്ക്കാണ്. ഓവറായിട്ട് വെള്ളം നിന്നാലും ഇതിനകത്ത് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. പിന്നെ മീറ്റർ അതിപ്പോൾ നമ്മൾ അധികം ഫോഴ്സിൽ അടിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഫോം അടിക്കാം. നമുക്ക് ഫോം അടിച്ച് ജസ്റ്റ് ഒന്ന് പതച്ചിടാം. അത് കഴിഞ്ഞിട്ട് കഴിവാം. അപ്പോൾ നമുക്ക് നല്ലപോലെ തേച്ച് കഴുകി സെറ്റാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടാങ്ക് കഴുകാം. ടാങ്കാണ് ആദ്യം നിങ്ങൾ കഴുകേണ്ടത്. കാരണം നല്ല തുണിയിട്ട് ടാങ്ക് ഒന്ന് കഴുകാം. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ബാക്കി സ്ഥലം കഴുകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത്യാവശ്യം പതിയെ തേച്ച് കഴുകുക. എന്നുവെച്ചാൽ അഴുക്കുള്ളടുത്ത് നിങ്ങൾക്ക് പറ്റണമൊക്കെ തേച്ച് കഴുകുക. എന്തായാലും കഴിവിട്ട് കുറേ ദിവസമായിട്ട് നല്ല അഴുക്ക് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയിനും കാര്യങ്ങളൊന്നും കഴിയില്ല. കഴിഞ്ഞ ആഴ്ച ചെയിനും കാര്യങ്ങളും കഴിയതുള്ളൂ. അതുകൊണ്ട് ഇന്ന് ചെയിനും കാര്യങ്ങളൊന്നും കഴിയില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം പതിയെ ഒക്കെ തേച്ച് ഇടുക. പിന്നെ ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഊതിക്കളയുക. ഇപ്പം വെള്ളമൊന്നും ഇറങ്ങില്ല, കാരണം ഞാൻ മൂടിയിട്ടുള്ളതുകൊണ്ട് വെള്ളമൊന്നും ഇറങ്ങില്ല. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ സ്ഥലമായിട്ട് തുടങ്ങുക. ഇനി അങ്ങോട്ടുള്ളത് വലിയ റിസ്ക് അല്ല. ആദ്യം ടാങ്കാണ് റിസ്ക് ആയിട്ട് വരുന്നത്. ഇനി അങ്ങോട്ട് പതിയെ അങ്ങ് തേച്ച് തുടങ്ങുക. അപ്പോൾ എന്തായാലും ഫുള്ളും തേച്ചിട്ട് ഞാൻ വരാം. അപ്പോൾ നമുക്ക് വണ്ടി കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം പറയാം. ടാങ്കിൽ വെള്ളം ഇറങ്ങില്ല. ഇവിടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോൾ അടഞ്ഞിരിക്കും. എന്തായാലും അടയാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിൻ്റെ പൈപ്പ് താഴെയാണ് വരുന്നത്. അപ്പം അതിൽ ചെളി അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൈപ്പ് അടയും. അപ്പം ഇതിൻ്റെ അകത്ത് ഇവിടെ ഓവർഫ്ലോ ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങും.
മിസ്സിങ് ആവും. ഫുൾ പണിയിട്ട് ഫ്യൂൽ പമ്പ് അടിച്ചു 13,000 രൂപ. അതാണ് ആദ്യത്തെ പണി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ ഊതിക്കളയാം, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും തുണിയിട്ട് അടച്ച് വയ്ക്കുക. അതാണ് ചെയ്യാൻ പറ്റിയ നല്ല കാര്യം. അല്ലെങ്കിൽ ഇതിൻ്റെ സംഭവങ്ങൾ മാറ്റേണ്ടി വരും. അത് മാറ്റാൻ 14 പൈസ എന്നാവില്ല. അതിൻ്റെ ഒരു ബുഷ് എന്തോ മരുന്നിന് 800 രൂപ എന്തോ. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് മീറ്ററിൻ്റെ അകത്ത് ഡയറക്റ്റ് വെള്ളം അടിക്കാതിരിക്കുക എന്ന് വെച്ചാൽ ഫോഴ്സിലൊന്നും അടിക്കാതിരിക്കുക. ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് തുടച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അതായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ക്രൂവിൻ്റെ അടുത്തൊക്കെ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് ഇതാവും, തുരുമ്പിക്കും. അതിൻ്റെ അകത്ത് ഇരുന്ന് തുരുമ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊന്നും ജസ്റ്റ് ഓയിൽ തൊട്ട് വയ്ക്കുക എന്തെങ്കിലും ചെയ്യണം. അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി എടുക്കാനാണ് നോക്കേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് നമ്മളെ പ്ലഗിനകത്ത് വെള്ളം കയറിയിരിക്കും. അത് വണ്ടി മിസ്സിങ് ആക്കാൻ ചാൻസ് ഉണ്ട്, സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോൾ അത് ഇതുപോലെ ഊതിക്കഴിഞ്ഞാൽ അത് പോകും. അപ്പോൾ അതും ഊതിക്കളയാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഊതിക്കളയുമ്പം ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഊതിക്കളയേണ്ടതാണ്. ഊതിക്കളഞ്ഞില്ലെങ്കിൽ അത് സ്റ്റാർട്ട് ആവില്ല. അതുപോലെ തന്നെ ഇപ്പർ സൈഡ് 2 പ്ലഗ് ഉണ്ട്, അതിൻ്റെ അകത്ത് വെള്ളം ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അത് ഊതിക്കളഞ്ഞിട്ട് തുടച്ചൊക്കെ മാറ്റുക. പിന്നെ ഉള്ളത് ഇങ്ങനത്തെ ചെറിയ ചെറിയ ഹോളുകളിലൊക്കെ വെള്ളം ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ അടിച്ച് കളയാൻ നോക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഉള്ളത് തുടച്ച് കളയാം. അപ്പോൾ എന്തായാലും നമ്മൾ തുടച്ച് തുടങ്ങിയതേ ഉള്ളൂ. ആദ്യം വണ്ടി പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തിട്ട് ബാക്കി പറയാം. ഗൈസ്, അപ്പോൾ എല്ലാം തുടച്ച് സെറ്റാക്കി ഇനി ഒന്ന് വാഷ് ചെയ്യാം. നമ്മൾ തുടച്ചു തുടങ്ങി, കഴുകിയെല്ലാം കഴിഞ്ഞ് തുടച്ചു തുടങ്ങി. അപ്പം ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഊതിക്കളയ, അല്ലെങ്കിൽ അത് തുറന്നിട്ട് എല്ലാം കഴിഞ്ഞ് തുറന്നിട്ട് തുണി വെച്ച് തന്നെ തുളയ്ക്കുക. അല്ല ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാം കൂടെ അടയും. അപ്പോൾ അത് വെച്ച് തന്നെ തുളയ്ക്കുക. പിന്നെ മീറ്റർ, ഈ ഗ്ലാസ് ഐറ്റംസൊക്കെ ആദ്യമേ തുടച്ച് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ പകുതി ശല്യം തീർന്നു കണ്ടോ. അപ്പം ഇങ്ങനത്തെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ എന്ന സാധനമൊക്കെ ആദ്യമേ തുടച്ച് മിനുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ എന്തായാലും ഇതൊക്കെ തുടച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. പൈസ അപ്പോൾ നമ്മൾ വണ്ടിയെല്ലാം തുടച്ച് സെറ്റായി. കാണുമ്പോൾ എല്ലാം വൃത്തിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ സംഭവം ഇതിൻ്റെ അകത്ത് വെള്ളം ഉണ്ടാകുന്ന നോക്കണം. ഈ സ്ക്രൂവിലൊക്കെ വെള്ളം ഉണ്ടാകുന്ന നോക്കണം. പിന്നെ മീറ്ററിൽ വെള്ളം നിൽപ്പുണ്ടാകുന്ന നോക്കണം. ഇവിടെയൊക്കെ വെള്ളം നിൽക്കും. തുടച്ച് വൃത്തിയാക്കി സെറ്റാക്കണം. അതിട്ട് ഫോഴ്സിൽ വെള്ളം അടിക്കാൻ പാടില്ല. പിന്നെ അത് ഈ ഹോളിലൊക്കെ വെള്ളം നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കിണ്ടിക്കളയാം, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിന്ന് തുരുമ്പൊടിക്കും. മെയിൻ പ്രശ്നമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ഞാൻ 3 വട്ടം പറഞ്ഞ്. അപ്പം മെയിനായിട്ടുള്ള പ്രശ്നമാണ് ആ സാധനം. പിന്നെ നമ്മളെ പ്ലഗ്, ഇവിടെയൊക്കെ വെള്ളം നിൽക്കും. അതിനെ ഊതിക്കളയാം. ഊതിയപ്പോൾ പിന്നെ അതാ ഈ സാധനം ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടല്ലോ, അതൊക്കെ അടിച്ച് കളയാം. അല്ലെങ്കിൽ ഇതുപോലത്തെ കണ്ട ഇതുപോലെ വെള്ളം നിൽക്കും. അപ്പോൾ അതൊക്കെ അടിച്ച് കളയാം. പിന്നെ നിങ്ങൾ ഒന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, കാണിച്ചു തരാം. ഇപ്പം അറിഞ്ഞൊരു കാര്യമാണ്, കീ വെച്ചുകൊണ്ടാരും വെള്ളം അടിക്കരുത്. ഇങ്ങനെ വെച്ചടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് വരും. അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ലാസ്റ്റ് ഇതും പറ്റാതെയാവും. അതുകൊണ്ട് കീ വെച്ചുകൊണ്ടാരും വെള്ളം ചെന്ന് വെച്ചാൽ കഴിവരും. ഇപ്പം പറഞ്ഞു തന്നെയാണ്, ഇപ്പം പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ സംഭവം തുറക്കാം. നിങ്ങൾ അധികം പേര് ശ്രദ്ധിക്കൂല എന്നാണ് തോന്നുന്നത്. അത് തുറന്നു വരുമോ? സീസാണ് കണ്ടല്ലോ ഇതിൻ്റെ അകത്തുള്ള വെള്ളം. ഇതൊന്നും അധികം പേര് ഇത് തുറക്കാത്തതുകൊണ്ട് ശ്രദ്ധിക്കൂല. ഇത് തുടയ്ക്കണം, ഈ സംഭവങ്ങളൊക്കെ തുടയ്ക്കണം. പിന്നെ ഇത് തുടച്ചതിന് ശേഷം ഇതിവിടെ വയ്ക്കേണ്ട, സേഫായിട്ട് വയ്ക്കാം. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഈ സീറ്റ്. കണ്ടോ, ഇതിൻ്റെ അകത്തും വെള്ളമായിരിക്കും. ഇതിവിടെ എല്ലാം വെള്ളമായിരിക്കും. ഇവിടെ ഫുള്ള് വെള്ളമാണ്. ഇതെല്ലാം വെള്ളമായിരിക്കും. അപ്പോൾ നിങ്ങളാരും വണ്ടി കഴിയുന്നവർ ഇതൊന്നും കൂടി ശ്രദ്ധിക്കില്ല. ഞാൻ ആദ്യം ശ്രദ്ധിക്കില്ലായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് എങ്ങനെ ഒരു ഭാഗത്തിന് വരുമ്പോഴാണ് അത് ഫുള്ള് വെള്ളമായിരിക്കും. ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ഫുള്ളും പണി കിട്ടും. കണ്ടോ, എന്തായാലും ഇത് തുടയ്ക്കാം. ഇത്രയൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മെയിൻ കാര്യങ്ങൾ. കാരണം ഇതിനകത്തൊക്കെ വെള്ളം കയറുന്ന സീനാണ്. പിന്നെ സൈഡായിട്ടൊക്കെ കണ്ടോ വീണ്ടും വെള്ളം വിടുന്നത്. അപ്പോൾ ഇവിടെ അകത്തൊക്കെ കുറേ വെള്ളമൊക്കെ നിൽക്കും. അപ്പോൾ അതൊക്കെ പിന്നെ തുടച്ച് സെറ്റാക്കി വേണം വയ്ക്കാൻ. അല്ലെങ്കിൽ നിങ്ങളെ വണ്ടി റെസ്റ്റ് എവിടെയെങ്കിലൊക്കെ റെസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തുരുമ്പ് എല്ലാം തന്നെയല്ല, അപ്പം അതൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തുടച്ച് മിനിക്ക് സെറ്റാക്കി വയ്ക്കാം, പുറത്തിറക്കി വയ്ക്കാം. അപ്പോൾ എന്തായാലും എടുത്ത് വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കും.
ഇവിടെ ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്തായാലും കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയതുണ്ടോ. എന്തായാലും നമുക്ക് അതൊക്കെ ഉണങ്ങിയിട്ട് ബാക്കി പറയാം. ഈ സാധനം ചെയ്തിട്ടുണ്ട്. നമ്മൾ ടാങ്ക് പോളിഷ് ചെയ്യാൻ പോകണം. അപ്പോൾ രണ്ട് കളർ പോലെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മളല്ല, അതിലുണ്ടായിരുന്ന ആൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളറായി. അപ്പം അതിനൊന്ന് ചെറുതായിട്ടൊന്ന് മിനുക്കാൻ വേണ്ടി ഓക്സിജൻ്റെ ഒരു പോളിഷ് നമ്മൾ ഇരിപ്പുണ്ട്. കാറിനൊക്കെ ചെയ്യണതാണ് കാർ പോളിഷ്. അപ്പോൾ അതാണ് നമ്മൾ ബ്ലാക്കിൽ മാത്രമേ ചെയ്യണുള്ളൂ. അതിലൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് സെറ്റാക്കാൻ പോവുകയാണ്. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. നമ്മൾ വണ്ടി കഴുകി വണ്ടിക്കകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അതൊക്കെയാണ് വണ്ടിയിൽ വരുന്ന വിഷയങ്ങൾ. ഇതും കൂടെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ചെയ്യാനുള്ള സാധനം തുടച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് കൊടുക്കാം. സെൻട്രൽ സ്റ്റാൻഡൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ ക്രോമിലൊന്നും അടിക്കണില്ല, ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് സൈഡ് മാത്രമേ അടിക്കുന്നുള്ളൂ. എന്നിട്ട് നല്ലപോലെ തേച്ച് സെറ്റാക്കി വിടണം. അകത്ത് വെച്ച് ചെയ്യാത്തത് അകത്ത് വെള്ളം നനഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അകത്ത് വെച്ച് ചെയ്യായിരുന്നു. പിന്നെ ചെയ്യുമ്പോൾ എപ്പോഴും വൃത്തിയുള്ള തുണി എടുക്കാൻ ശ്രമിക്കുക. ആപ്ലിക്കേറ്റർ ഫോമാണ് എന്താ സാധനം? അതാണ് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് അതിന്റെ സാധനം ഇല്ലല്ലോ. ഓ, മറ്റേ കറങ്ങണ സാധനം ഇല്ലേ? കറങ്ങുന്നല്ല, അതിനൊരു പാഡ് ഉണ്ടല്ലോ. ഓ, ആപ്ലിക്കേറ്റർ. നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റേ ഒരു സംഭവം ഇല്ലേ, മറ്റേ മെഷീനിൽ വെച്ചിട്ട് ഒരു പാഡൊക്കെ വെച്ച് അടിക്കണേ. അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ വൃത്തിയുള്ള തുണി വെച്ചാണ് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ലിക്വിഡ്. ഓക്സിജൻ്റെ കാർ പോളിഷാണ്. എന്ന് പറയുമ്പോൾ കാറിൻ്റെയൊക്കെ കാർ പോളിഷാണ്. ഇതൊക്കെയാണ് അതിൻ്റെ. വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കിക്കോ ആ സാധനം. ഓക്കെ, ഓക്സ് വാഗൺ. സെക്കൻഡ് ഒന്ന് ഉണങ്ങിയിട്ട് നമുക്ക് തേച്ച് സെറ്റാക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ തുടയ്ക്കുന്നത്. എന്തായാലും നല്ലപോലെ തുടച്ച് സെറ്റാക്കി എടുക്കണം. നല്ല ക്ലിയർ ആവും. കണ്ടോ മാറ്റം കണ്ടോ? കുറച്ച് ടാസ്ക് ഉണ്ട്. ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം. നമുക്ക് തുടച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണാം. വൃത്തിയായി കണ്ടോ, മാറ്റം കണ്ടോ? എന്ന് വെച്ചാൽ ചെറിയൊരു ഗ്ലോ തരും. പിന്നെ അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ അങ്ങ് പോവും. ചെറിയൊരു മങ്ങലൊക്കെ അങ്ങ് മാറ്റി സെറ്റാക്കി തരുന്നുണ്ട്. നേരത്തെ ഒരു രണ്ട് കളർ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. അതാണ് ഈ പോളിഷിൻ്റെ ഗുണം. ഇതെങ്ങനെയൊക്കെയാണ് വണ്ടി നിങ്ങൾ കഴിവുന്നത്. കഴിവുമ്പോൾ എല്ലാം സെറ്റാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ വണ്ടി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം പെട്രോൾ റിസർവാണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് റിസർവ് മാറ്റി സെറ്റാക്കിയിട്ടാണ് നാളെ ഒരു പരിപാടിക്ക് പോകാൻ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കഴിവെല്ലാം ഇന്ന് നിങ്ങൾ കണ്ടത്. ഇനി ഈ സംഭവങ്ങളൊക്കെ ഇളകി കിടക്കും. ചിലപ്പോൾ കഴിയുമ്പോൾ കണ്ടോ ഇങ്ങനെ മാറി കിടക്കുക. അതിനേക്ക് തിരിച്ച് കയറ്റി വയ്ക്കുക. പിന്നെ ഇവിടുത്തെ പ്ലഗ് ഇതൊക്കെ സെറ്റാക്കിയാണോ ഇരിക്കുന്നത് നോക്കാം. സ്റ്റാർട്ട് ചെയ്തിട്ട് അതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത്രയൊക്കെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കഴിയുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ അടിക്കുക. നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്തിരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് സെറ്റാക്കാം. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. ബൈ ബൈ ഗൈസ്. പുതിയൊരു വീഡിയോ എല്ലാവർക്കും ബൈ.